ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസി ജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഡ്ഡലിമാവ്, ദോശമാവ് എങ്ങനെ നല്ല പഞ്ഞി പോലെ നല്ല സ്പോഞ്ചി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അതിൻ്റെ മറുപടിയാണ്. ഒരു സബ്സ്ക്രൈബ് ചോദിച്ചതിൻ്റെ മറുപടിയും കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. രണ്ട് കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്നാണ് എടുക്കുന്നത്. നല്ലതുപോലെ കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഉഴുന്നിൽ ഇച്ചിരി ശകലം കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അരിയേക്കായി കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിനെ നമുക്ക് 6 മണിക്കൂർ കുതിർക്കാൻ വെക്കാം. ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. നമുക്കിതിനെ മിക്സിയിലിട്ട് ഇതിനെ അരച്ചെടുക്കാം. അരിയുടെ വെള്ളമെല്ലാം ഊറ്റിക്കളയണം. ഉഴുന്നിൻ്റെ വെള്ളം ശകലം പോലും ഊറ്റിക്കളയരുത്. ആ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബാറ്റർ മൊത്തം അരച്ചെടുക്കുന്നത്. ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. ഉഴുന്നിൻ്റെ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിയും അരച്ചെടുക്കാം. ഉഴുന്നിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇത് 1-2 കറക്ക് മാത്രം കറക്കിയിട്ട്, നല്ല അരഞ്ഞിട്ടില്ല, തരി നല്ല പോലുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെന്ത ചോറും ഐസ് ക്യൂബിൻ്റെ 4 എണ്ണം ഇട്ട് വീണ്ടും നമുക്ക് അരച്ചു കൊടുക്കാം. ഒത്തിരി അരയണ്ട, ഇച്ചിരി തരിവരിപ്പ് വേണം ഇഡ്ഡലിക്കായതുകൊണ്ട്. അതും ഒഴിച്ചു കൊടുത്ത് സ്പൂണിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിപ്പം അരപ്പാത്രമുണ്ട്. രാവിലെ ആകുമ്പോൾ ഇത് ഫുൾ പാത്രമാകും. നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതിനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനെ അടച്ചു വെച്ച് കൊടുക്കാം. രാവിലെ 6 മണിക്ക് നമുക്ക് തുറന്ന് നോക്കാം. ഫുൾ പാത്രമായിരിക്കുന്നു. നമുക്കിതിനെ തവിയിട്ടൊന്ന് ഇളക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടില്ലേ, നല്ല തൈര് വെട്ടിയെടുക്കുന്നത് പോലെ ഐസ് ക്യൂബ് ഇട്ടുകൊണ്ട് ഫെർമെൻറ്റേഷൻ ശരിയായിട്ട് നടന്നിട്ടുണ്ട്. കണ്ടില്ലേ, 1/2 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഇഡ്ഡലി തട്ടത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. തട്ടത്തിൽ ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കാം. രണ്ടാമത്തെ തട്ടവും വെച്ച് കൊടുക്കാം. മൂന്നാമത്തെ തട്ടവും വെച്ച് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് വെള്ളം വെച്ച് നല്ലതുപോലെ ആവി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ വെള്ളത്തിന് തിളച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് ഇതിന് വേവുണ്ട്. 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. കണ്ടില്ലേ, നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതിന് ആവി പോകാൻ സമയം കൊടുക്കണം. എങ്കിലേ ഈ തട്ടത്തിൽ നിന്ന് നല്ലതായിട്ട് ഇളകി വരത്തുള്ളൂ. നമുക്കിതിനെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി മാറ്റാം. എല്ലാം നമ്മൾ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. തേങ്ങ ചമ്മന്തിയുമുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല സ്പോഞ്ചായിട്ടുണ്ട്. ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് നോക്കാം.
എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരും വരെ ബൈ.